വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്ന. ഈ അതിർവിധ രാഷ്ട്രീയ ന്യൂസും വരില്ല. ക്ഷേമ പെൻഷൻ ന്യൂസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന ഒരു വിഭാഗം നിന്നും ഇതുവരെ വാങ്ങിയ ക്ഷേമ പെൻഷൻ ഒക്കെ തിരിച്ചു വാങ്ങുവാൻ തുടങ്ങുകയാണ് സർക്കാർ. അത് പെൻഷൻ മാത്രമല്ല, അതിനുള്ള പലിശയും വാങ്ങിക്കും. അർഹതയില്ലാതെ ഇതുവരെ പെൻഷൻ വാങ്ങിച്ച ആളുകളുടെ പേരിൽ കർശന നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ക്രിസ്തുമസിന് മുമ്പായി ക്ഷേമ പെൻഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ മാസത്തിന് നവംബർ മാസത്തെയും ചേർത്ത് 3200 രൂപയാണ് നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരുന്നത്. ആദ്യം എത്തുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ്, പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ വഴി സഹകരണ സംഘം വഴി വീടുകളിൽ എത്തിച്ചേരുകയാണ് പതിവ്. അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാർ ഉത്തരവ് ഇറങ്ങി. അഡീഷണലായി ചീഫ് സെക്രട്ടറി ജയേഷിലേക്കാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. സാമൂഹിക സുരക്ഷ ഗുണഭോക്താക്കൾ രാജരേഖ ചമച്ച് സർക്കാരിനെ ഇതുവരെ പറ്റിച്ച ആളുകൾ ഒക്കെ പെടാൻ പോവുകയാണ്. ക്ഷേമ പെൻഷൻ ഇവർക്ക് രദ്ദാക്കുകയും കണ്ടുപിടിച്ചവർക്ക് 18% പലിശയോടെ കൊടുത്ത ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കാനും സർക്കാർ തീരുമാനമായി. മാത്രമല്ല, ഇവർക്ക് പേരിൽ കർശന നടപടിയുണ്ടാവും. സർക്കാരിൽ ജോലിയുള്ള എല്ലാവരും, അർഹതയില്ലാതെ പെൻഷൻ വാങ്ങിയ എല്ലാവർക്കും കർശന നടപടിയും, കൂടാതെ ക്ഷേമ പെൻഷൻ തിരിച്ചെടുക്കുന്ന നടപടിയും, കൂടെ പലിശ അടക്കം 18% പലിശ അടക്കം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം. 6 മാസമെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അർഹതയുള്ള ക്ഷേമ പെൻഷന് ഗുണഭോക്താക്കൾക്ക് അർഹതയുള്ള രീതി ക്ഷേമ പെൻഷൻ ലഭിക്കാനും ഇതേറെ സഹായകരമാകും. ഇതോടെ ക്ഷേമ പെൻഷൻ അനർഹർ മാത്രമല്ല, അവർക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നടപടി. ഇത് സാധാരണക്കാർക്ക് ഒരു സഹായകരമാണ് ഈ നടപടി. ഇനി മുതൽ അർഹതയുള്ള കൈകളിൽ മാത്രം ക്ഷേമ പെൻഷൻ എത്തിച്ചേരും. ജീവിതം വഴിമുട്ടിയവർക്ക് മാസം 1600 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ പദ്ധതി. സർക്കാരിൻ്റെ അഭിമാൻ പദ്ധതിയിൽ നിന്ന് 10,000 കൈയിട്ട് വരുന്നു എന്ന് അടുത്തിടെ റിപ്പോർട്ട് വന്നു. ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ വരെ, കോളേജ് അധ്യാപകർ വരെയൊക്കെ കൈയിട്ട് വരുന്നു എന്ന് അടുത്തിടെ റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ഈ അന്വേഷണം ഇങ്ങനെ തുടങ്ങിയത്. ഇനി മാസ മസ്റ്ററിങ് ഒക്കെ നിർബന്ധമാക്കുവാണ്. അത് 2025 തുടക്കത്തിൽ തന്നെ ചെയ്യും. ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ധനമന്ത്രി കെ എൻ ബാലൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പൂർത്തിയായത്. ഈ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ 3200 ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. പിന്നെ നവംബർ അവസാനം വിതരണം ചെയ്ത അന്ന് ലഭിച്ച എല്ലാവർക്കും തുക എത്തിച്ചേരും. അന്വേഷണമൊക്കെ 2025 ശേഷമാണ് അന്വേഷണമൊക്കെ പൂർത്തിയാക്കുള്ളൂ. പട്ടികയിൽ നിന്ന് എത്ര പേര് പുറത്തു പോകും എന്ന ആശങ്കയിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ. ഈ നിയമങ്ങൾ ഇപ്പോൾ പാവങ്ങളെ വെട്ടിലാക്കിയിരിക്കുകയാണ്.
അപ്പം നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.